സിനിമാ താരത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിന്റെ നാമകരണ നടപടികൾക്ക് തുടക്കം. ആരാണ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ്? സിനിമാ മേഖലയെ ഉപേക്ഷിച്ച് കത്തോലിക്ക സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 33-ാം വയസ്സിൽ മരണമടഞ്ഞ ഒരു സിസ്റ്ററാണ് ക്ലെയർ ക്രോക്കറ്റ്. 8 വർഷം മുമ്പ് തെക്കേ അമേരിക്കയിൽ വൻ നാശം വിതച്ച ഭൂകമ്പത്തിലാണ് സിസ്റ്റർ ക്ലെയർ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടത്. സിസ്റ്റർ ക്ലെയറിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള രൂപതാതല നടപടികൾക്ക് തുടക്കമായി. സിനിമാ മേഖലയിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് എങ്ങനെയായിരുന്നു ആ യാത്ര? 1982 നവംബർ 14 വടക്കൻ അയർലൻഡിലെ ഡെറിയിലാണ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് ജനിച്ചത്. ചെറുപ്പത്തിൽ അഭിനയിക്കാനും സുഹൃത്തുക്കളോടൊപ്പം കഴിയാനും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. സെക്കൻഡറി സ്കൂളിൽ അവൾ സാഹിത്യത്തിലും നാടകത്തിലും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. 14-ാം വയസ്സിൽ അവൾ ഒരു അഭിനയ ഏജൻസിയിൽ ചേർന്നു. 15-ാം വയസ്സിൽ അവൾക്ക് ആദ്യത്തെ ജോലി ലഭിച്ചു. ചാനൽ 4-ന്റെ TV അവതാരകയായും നടിയായും എഴുത്തുകാരിയായും സംവിധായികയായും അവൾ ജോലി ചെയ്തു. വളരെ ചെറുപ്പം മുതലേ ഒരു അഭിനേത്രിയാകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. 2002 പുറത്തിറങ്ങിയ സൺഡേ എന്ന സിനിമയിലാണ് അവൾ ആദ്യം അഭിനയിച്ചത്. എന്നാൽ 2020 വിശുദ്ധ വാരത്തിലാണ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം നടന്നത്. സെർവന്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോം ഓഫ് ദ മദർ സന്യാസ സമൂഹം സ്പെയിനിലേക്ക് സംഘടിപ്പിച്ച ഒരു സൗജന്യ യാത്രയിൽ പങ്കെടുത്തത് വഴിത്തിരിവായി മാറുകയായിരുന്നു. 10 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ഇടയായി. ധ്യാനത്തിനിടയിലുള്ള ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികൾ കുരിശിൽ ഈശോയുടെ പാദത്തിൽ ചുംബിക്കുന്നത് കണ്ടതും അവളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചയായിരുന്നു. ഊഴം വന്നപ്പോൾ അവളും കുരിശുരൂപം ചുംബിച്ചു. ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ആ ചുംബനമാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് ക്രോക്കറ്റ് തന്നെ പറഞ്ഞിരുന്നു. ആ സമയത്ത് എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിലാണെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന് മനസ്സിൽ അനുഭവപ്പെട്ടതായും ക്ലെയർ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ അവളുടെ ജീവിതത്തെ മുഴുവൻ പടരുകയായിരുന്നു. അനുഭവിച്ചറിഞ്ഞ ഈശോയെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കാൻ അവൾ തീരുമാനമെടുത്തു. അങ്ങനെ 2001 18-ാം വയസ്സിൽ സെർവന്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോം ഓഫ് ദ മദർ സന്യാസ സമൂഹത്തിൽ അവൾ പ്രവേശിച്ചു. 2006 തന്റെ പ്രഥമ വ്രതവാഗ്ദാനവും 2010 തന്റെ നിത്യവ്രതവാഗ്ദാനവും അവൾ എടുത്തു. സ്വജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച നാളുകൾ. സ്പെയിൻ, ഫ്ലോറിഡ, ഇക്വഡോർ എന്നിവിടങ്ങളിലെ വിവിധ കമ്മ്യൂണിറ്റികളിൽ സേവനമനുഷ്ഠിച്ചു. അനുഭവിച്ച ഈശോയെ അനേകർക്ക് പകർന്നു നൽകി. അനേകരെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നയിച്ചു. 2016 ഏപ്രിൽ 16 ഇക്വഡോർ ഭൂകമ്പത്തിൽ അവൾ താമസിച്ചിരുന്ന ഭവനം തകർന്നു. മണിക്കൂറുകൾക്ക് ശേഷം സിസ്റ്ററെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിർജീവയായി കണ്ടെത്തി. സിസ്റ്ററുടെ മരണശേഷം സിസ്റ്ററുടെ ജീവിതകഥ ഏറെ ശ്രദ്ധ നേടി. സ്ത്രീത്വത്തിന്റെ പ്രചോദനാത്മക ഉദാഹരണം എന്ന വിശേഷണത്തിന് സിസ്റ്റർ അർഹയായി. ഓൾ ഓർ നത്തിങ് എന്ന സിനിമ സിസ്റ്റർ ക്രോക്കറ്റിന്റെ ജീവിതത്തെ കേന്ദ്രമാക്കിയായിരുന്നു. സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് ഏവർക്കും പ്രചോദനമാവുകയാണ്.